പത്തനംതിട്ടയിൽ പ്രിയദർശിനി ബസ് വനത്തിനുള്ളിൽ കേടായി. കക്കി കാറ്റാടിക്കുന്നിൽ വെച്ചാണ് ബസ് കേടായത്. വനം വകുപ്പിന്റെ വാഹനമെത്തിയാണ് ഇവരെ വനത്തിന് പുറത്ത് എത്തിച്ചത്. വിവരങ്ങളുമായി സുജു ഒരിക്കൽ കൂടി ചേരുന്നു. സുജു, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? വിവരങ്ങൾ. ഇന്ന് ഈ ഗവിയിലേക്ക് പോകുന്ന വഴിയാണ്, ഗവി വഴി കുമിളിക്ക് പോകുന്ന വഴിയാണ് പ്രിയദർശിനി ബസ് വനത്തിനുള്ളിൽ ഇത് കേടായിരിക്കുന്നത്. കക്കി കാറ്റാടിക്കുന്നിന്റെ സമീപത്താണ് വാഹനം കേടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രിയദർശിനി സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ അവധി ദിവസങ്ങളിൽ ഗവിയിൽ ഓടുന്ന ബസ്സിൽ നിയന്ത്രണ വിധേയമല്ലാത്ത തരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് ഇത് അപകടത്തിലേക്ക് നയിക്കാമെന്ന സൂചനയും പല ആളുകളും വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇന്നും അമിതമായി ആളെ കയറ്റിയിട്ടുള്ള പരാതിയുണ്ട്. എന്നാലും ഇപ്പൊ അതാകാം കേടാകുന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉയരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് സിസ്റ്റത്തിലെ ട്യൂബിനായിരുന്നു തകരാറിനാണ്. എന്തായാലും ഈ വണ്ടി 2 തവണയാണ് പണിമുടക്കിയിരിക്കുന്നത്. പൊതുവിൽ ഉയർന്ന ആവശ്യം ഒന്നെങ്കിൽ ഏറ്റവും ഫിറ്റായ വാഹനം ഈ ഗവിയിലേക്ക് ട്രാൻസ്പോർട്ടിനായി അനുവദിക്കുക. കാരണം ധാരാളം ആളുകൾ കയറുന്നു, അത് അപകടം വരുത്തിയൊക്കെ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അടിക്കടി പണിമുടക്കുന്ന ബസ് സർവീസ് നടത്തുന്ന വലിയ അപകടം വരുത്തി വെക്കുമെന്നും പരാതിയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗവി റൂട്ടിൽ കാട്ടാന ഉൾപ്പെടെ പലപ്പോഴും റോഡിൽ ഇറങ്ങുന്ന ഇടം കൂടിയാണ്. അത്തരം ഇടങ്ങളിലൊക്കെ വാഹനങ്ങൾ ഈ KSRTC ബസ് പണിമുടക്കി കിടന്നാൽ അത് വലിയ പണി മേടിച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങളെത്തും. ശരി, സുജു ടി ബാബു ആണ് വിവരങ്ങളുമായി ചേർന്നത്.